പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നിങ്ങൾ സുശ്രുത സംഹിത എന്ന് കേട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തമായ ആയുർവേദ ഗ്രന്ഥാണ്. ആയുർവേദം ആരംഭിച്ചത് ബ്രഹ്മാവിൽ നിന്നാണെന്ന് പറയാറുണ്ട്. യജുർവേദത്തില് പ്രഥമോ ദൈവ്യോഭിഷക് എന്ന ശിവനെ കുറിച്ച് പറയുന്നുണ്ട്. ഈശ്വരീയമായ വൈദ്യനായിട്ട് ആദ്യം വന്നത് ശിവനാണെന്ന് പറയാറുണ്ട്. ശിവനിൽ നിന്ന് ആയുർവേദം ഉണ്ടായതെന്ന് പറയാം. ബ്രഹ്മസംഹിത ബ്രഹ്മാവിൽ നിന്നാണ്, എന്നിട്ട് അഗ്നി സംഹിത, എന്നിട്ട് വേള സംഹിത, എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് വന്നിട്ട് ശ്രുത സംഹിത. ഏതാണ്ട് BC 1000-ലോ മറ്റോ ഉള്ളതാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് പ്ലാസ്റ്റിക് സർജറി വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അത് ഏതാണ്ട് 1850 വരെ ഭാരതത്തിൽ നല്ല രീതിയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും ചില ഫാമിലി അത് ചെയ്തിരുന്നു. ഈ സുശ്രുത സംഹിത ഇതിലെ ശല്യ ചികിത്സ വളരെ ഭംഗിയായിട്ട് പറയുന്നു. ശല്യ ചികിത്സ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പണ്ട് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അശോകൻ കലിംഗ യുദ്ധം കഴിഞ്ഞ് ആ ബ്ലഡ് ഷെഡ് എല്ലാം രക്തം ഒക്കെ കണ്ട് ഇനി അഹിംസ മതി, ഹിംസ വേണ്ട എന്ന് തീരുമാനിച്ചതോടുകൂടിയാണ് ശല്യ ചികിത്സ, മനുഷ്യ ശരീരവും ജന്തുക്കളുടെ ശരീരവും മുറിച്ച് ചികിത്സിക്കുന്നത് ഏതാണ്ട് അപ്രത്യക്ഷമാകാൻ സ്ലോലി തുടങ്ങിയത്. എന്നാലും ഉണ്ടായിരുന്നു, വളരെ ഗഹനമായിട്ടുള്ള വികസനം അതിനുണ്ടാവില്ല. കാരണം ബുദ്ധമതത്തിന്റെ പ്രചാരണമാണെന്ന് പറയപ്പെടുന്നു. സത്യം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയണം. ഏതായാലും ആ സുശ്രുത സംഹിതയിൽ ശല്യ ചികിത്സ, സർജറി, അതില് ശസ്ത്രങ്ങളും യന്ത്രങ്ങളുമായിട്ട് ഏതാണ്ട് 108ഓളം ശസ്ത്രങ്ങളും യന്ത്രങ്ങളും ഉണ്ട്. ടെക്നോളജിക്കൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പബ്ലിഷ് ചെയ്ത ആ പുസ്തകത്തിൽ ഇതിന് മുഴുവൻ ചിത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കുകയാണെങ്കിൽ ശസ്ത്രങ്ങളുണ്ട്, യന്ത്രങ്ങളുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഇന്ന് അത്യന്താധുനിക ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന അതേ ഉപകരണങ്ങളുടെ ഒരു മിനിയേച്ചർ ഫോമാണ് പണ്ട് സുശ്രുത സംഹിതയിൽ വിവരിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരുകളെല്ലാം തന്നെ അതിൻ്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോന്നിനും ഓരോ പേരുണ്ട്. അത് അതിൻ്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് അത്ഭുതകരമായ വസ്തുത. ഇനി പറയാൻ ആഗ്രഹിച്ചത്, ഈ ഉപകരണങ്ങളൊന്നും തന്നെ ഇതിൽ ഉപയോഗിക്കാറില്ല. കാരണം നിരന്തരമായിട്ട് ഓപ്പറേഷൻ ഉപയോഗിക്കേണ്ടതാണ്. തുരുമ്പ് പിടിച്ചാൽ ടെറ്റനസ് വരും, ഉറപ്പാണ്. അപ്പൊ തുരുമ്പ് പിടിക്കാത്ത ഈ സുശ്രുത സംഹിതയിൽ വിവരിക്കുന്ന ശല്യ യന്ത്രങ്ങളും ശസ്ത്രങ്ങളും, ശാസ്ത്രങ്ങളല്ല ശസ്ത്രങ്ങളും, അതുണ്ടാക്കിയിരുന്ന അത്രയും സൂക്ഷ്മമായ മോൾഡ് ഉപയോഗിച്ചിട്ടാണ്, അച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിന്റെ ചിത്രങ്ങൾ സുശ്രുത സംഹിതയിൽ കൊടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്ഷനോട് കൂടിയാണ് ശരീരത്തില്, കുടലില്, ലിവറില്, ഹാർട്ടില്, കിഡ്നിയിലെ സ്റ്റോൺ ഉൾപ്പെടെ ഉള്ളത് മാറ്റി, അതേപോലെ കണ്ണിനകത്ത് തിമിരമൊക്കെ വരുമ്പോൾ, കാറ്ററാക്ട് ഒക്കെ വരുമ്പോൾ അത് മാറ്റാനൊക്കെ ഉള്ള ഉപകരണങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി, മൂക്ക് മുറിച്ചു മാറ്റിയ വ്യക്തിയുടെ മൂക്ക് തിരിച്ച് ഫിക്സ് ചെയ്തത് ജോൺ സ്കോർപിയോ അതുപോലെ റോബർട്ട് ഫിൻലെ എന്ന 2 ജർമ്മൻകാർ കണ്ടതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് സർജറി ജർമ്മനിയിലേക്ക് പോയത്. അതിനുള്ള ഉപകരണങ്ങളുണ്ട്. ഇത് മുഴുവൻ ഉണ്ടാക്കിയത് ഇരുമ്പ് കൊണ്ടാണ് എന്ന് അറിയുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന സിലിക്കൺ സ്റ്റീല്, മാംഗനീസ് സ്റ്റീല്, മെഗ്നീഷ്യം സ്റ്റീല്, വെനേഡിയം സ്റ്റീല് തുടങ്ങിയ സ്റ്റീലുകളുണ്ട്. ഓരോ ക്വാളിറ്റിയുള്ള സ്റ്റീലുകളാണ്. അതിലെല്ലാം സൂക്ഷ്മമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ മെഗ്നീഷ്യം, വനേഡിയം, സിങ്ക് അല്ലെങ്കിൽ ട്രേസ് ഓഫ് അതർ കോമ്പണന്റ് സിലിക്കൺസ്, അതിന്റെ അംശം അനുസരിച്ച് സ്റ്റീലിന്റെ ക്വാളിറ്റി വർദ്ധിക്കാം. 99.5% ഇരുമ്പും ബാക്കി 0.5% മിക്കവാറും മറ്റ് കോമ്പോണന്റുകൾ ഉണ്ടാവും. ഫോസ്ഫറസ് സ്റ്റീലുണ്ട്, സിലിക്കൺ സ്റ്റീലുണ്ട്, വനേഡിയം സ്റ്റീലുണ്ട്, നിക്കൽ സ്റ്റീലുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റീലുകളെല്ലാം പ്രത്യേക ക്വാളിറ്റി ഉള്ളതാണ്. ആ ക്വാളിറ്റി ഉണ്ടാക്കുന്നത് 0.5% വരുന്ന മൈക്രോ കോമ്പോണന്റുകളാണ്. ആ കോമ്പോണന്റുകളാണ് ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുന്നതും തുരുമ്പ് പിടിക്കാത്തതും എല്ലാമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, ഈ ശസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ, യന്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള
ടെക്നോളജിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്ന ഇരുമ്പും ഭാരതത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ അറിയണം. സൂചി ഇത്ര കൃത്യമായിട്ട് ആ സൂചിയുടെ ലെങ്ത് ഒക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ഡയമീറ്റർ പറഞ്ഞിട്ടുണ്ട്. ഒരു എള്ള നടുക്ക് മുറിച്ച് എത്ര പാർട്ടാക്കി മാറ്റി അതിന്റെ ഡയമീറ്റർ അനുസരിച്ചിട്ടാണ് സൂചിയുടെ ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ശാസ്ത്രം മാത്രമല്ല, അനവധി സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള കോമ്പോണന്റുകളും സ്റ്റീലിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം IIT കാൺപൂരിലെ മെറ്റലർജിക്കൽ പ്രൊഫസർ, പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്മാരും പ്രൊഫസർമാരും ഒക്കെ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ വളരെ പ്രിമിറ്റീവ് അല്ലാത്ത നോളജ് ഇതിനകത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കോഴിക്കോടും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊടുമണൽ തമിഴ്നാട്ടിലുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ കർണാടകത്തിലെ ഭാഗത്തിലും മഹാരാഷ്ട്രയിലും സൗരാഷ്ട്രയിലും ഉണ്ടായിരുന്നു, ആന്ധ്രയിലും ഉണ്ടായിരുന്നു, വാരണാസിയിലുണ്ടായിരുന്നു, തക്ഷശിലയിലുണ്ടായിരുന്നു, രാജസ്ഥാനിലും അതേപോലെ തന്നെ ബംഗാളിലുണ്ടായിരുന്നു. മറ്റൊരർത്ഥത്തിൽ ഭാരതത്തിലെമ്പാടും ഈ സാങ്കേതിക വിദ്യ കുറെ വരേണ്യവർഗത്തിൻ്റെയോ സവർണരുടെയോ കയ്യിലൊന്നും അല്ല ഉണ്ടായിരുന്നു, എല്ലാവരുടെയും കയ്യിൽ ഇത് ഉണ്ടായിരുന്നു. അത് സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും അത് വായിച്ചു നോക്കിയിട്ട് സിമ്പിൾ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു വ്യാഴാഴ്ച കൂടി നമ്മൾ ഇരുമ്പിനെ കുറിച്ച് വിവരിക്കുന്നുണ്ടാവും. അടുത്ത വ്യാഴാഴ്ച ഇരുമ്പിന്റെ കാന്തങ്ങളെ കുറിച്ചാണ് വിവരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ പ്രണാമം, നമസ്കാരം.